അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കത്തുണ്ട് മുള്ളുമ്പഴം എന്ന് പറയും, അതാ കാട്ടിൽ നിറച്ച് നിൽക്കുന്നുണ്ടായി. ഇതാണ് ഞാൻ പറഞ്ഞ മല കണ്ടോ, അതിൻ്റെ ടോപ്പിൽ ഓരോ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് പേടിയാവില്ല, ഒന്നാമത് അതേപോലെ കാറ്റാണ് അവിടെ. ഇതാണ് നമ്മുടെ കുറവൻ കുറത്തി മല. നമ്മൾ ഇപ്പുറം നിന്നിട്ട് ആ മലയിലേക്ക് എടുത്തതാണ്. ശരിക്കും ഇതൊക്കെ വീഡിയോ എടുക്കേണ്ട ഒരു കാര്യമായിരുന്നു കേട്ടോ, പക്ഷെ അതിന് സാധിച്ചില്ല. എന്തായാലും ഫോട്ടോ എടുക്കാൻ പറ്റി. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ റൂമിൽ വന്നു. അപ്പോൾ രാത്രിയായിട്ടോ. പിന്നെ ഭയങ്കര തണുപ്പായി, നമുക്ക് സഹിക്കാൻ പറ്റാത്തത്ര തണുപ്പായപ്പോൾ അവിടെ കുറേ വിറക് കിടപ്പുണ്ടായി, പിന്നെ ഒരു പാറ്റയുടെ കഷ്ണം കിടപ്പുണ്ടായി. ഞങ്ങൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ചെറിയൊരു ഗ്യാസ് ഫയറൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അത്ര വലിയ സെറ്റപ്പൊന്നും അല്ലെങ്കിൽ ഞങ്ങളൊന്ന് കത്തിച്ചിട്ട് ചൂട് പിടിക്കാമെന്ന്. അങ്ങനെ ചേട്ടൻ അത് തീ പിടിപ്പിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ചെറിയൊരു സ്പീക്കർ കൊണ്ടുപോയിട്ടുണ്ട്, കുഞ്ഞ് സ്പീക്കർ. നമ്മുടെ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത സംഭവമാണ്. അതിനകത്ത് പാട്ടൊക്കെ വെച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് ചൂടൊക്കെ കൊണ്ട്. അപ്പം അങ്ങനെ അന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. നേരം വെളുത്തു കേട്ടോ, പിറ്റേ ദിവസമായി. അപ്പോൾ നമ്മൾ എണീച്ച വഴി തന്നെ നമ്മൾ കണി കണ്ടത് ഇതാ കാറ്റാടിപ്പാടങ്ങളൊക്കെയാണ്. കാറ്റാടി നല്ല കോടയായിരുന്നു, ഇപ്പോൾ അത് തെളിഞ്ഞ് വരുന്നതേ ഉള്ളേ. സംഭവം എന്തായാലും പറയുന്നില്ല, നല്ല ഇപ്പോഴും ഭയങ്കര കാറ്റും തണുപ്പും തന്നെയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനേ തോന്നുന്നില്ല ഈ തണുപ്പ് കാണുന്നു. ശരിക്കും തണുപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബ് തന്നെയായിരിക്കും കേട്ടോ അവിടെ. ഇതാണ് ഞങ്ങൾ വന്ന വണ്ടിയാണിത്. വേറെ ആൾക്കാർ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. അവരുടെ വണ്ടിയാണ്. ഞങ്ങൾ വന്നപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല അവിടെ, പിന്നെ അത് കഴിഞ്ഞ് വന്നവരാണ് അവർ. അപ്പം അങ്ങനെ രാവിലെ എണീച്ച് രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ നമുക്ക് പറ്റില്ല, അത്രയ്ക്കും തണുപ്പുണ്ട്. പിന്നെ വീഡിയോ എടുക്കണമല്ലോ എന്ന് ഓർത്തപ്പോഴത്തേക്ക് അങ്ങനെ ഇറങ്ങി വന്നതാണ്. അങ്ങനെ രാവിലെ തന്നെ നമുക്ക് നല്ല ചൂട് കട്ടൻ കാപ്പി ചായ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാല് കഴിക്കാത്തതുകൊണ്ടാണ് എനിക്ക് കട്ടൻ കാപ്പി, അതുപോലെ പാൽ ചായ. നല്ല അതിനകത്ത് നല്ല ഏലക്കയൊക്കെ ഇട്ട്, അതായത് ഫ്രഷ് ഏലക്ക. നമുക്കത് കഴിക്കുമ്പോഴത്തേക്കും ചായ ഇങ്ങനെ കുടിക്കുമ്പോഴത്തേക്കും അറിയാം അതിൻ്റെ രുചിയും ടേസ്റ്റും. അപ്പോൾ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് നമ്മുടെ മുന്തിരിത്തോട്ടം കാണാനാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി, റൂമിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ പോകുന്ന വഴിക്ക് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് നമ്മൾ മുന്തിരിപ്പാടം കാണാനായിട്ട് വന്നതാണ്. ഇതും എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്കിത് കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയിട്ട്, പച്ച മുന്തിരിങ്ങയിൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. ഒന്നും പറയാനില്ല, കാരണം നമ്മളൊക്കെ ഇങ്ങനെ എന്താ പറയുക, ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് മുന്തിരി ഉണ്ടാക്കി കിടക്കുന്ന പാടങ്ങളും, ഇതൊക്കെ ഓരോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് മുന്തിരി നമ്മൾ വഴിയില്ല, പക്ഷേ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു അനുഭവം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് പഴുത്ത് ഇത് കണ്ടപ്പോൾ പിന്നെ പറയണോ യാ മോനെ. ഇതൊക്കെ കാണണം കേട്ടോ. നിങ്ങൾ എന്താ പറയുക, നമുക്ക് അവസരം ഉണ്ട് ഇല്ലെങ്കിലും നമ്മളത് അവസരം എങ്ങനെയും സംഘടിപ്പിച്ച് ഉണ്ടാക്കി നമ്മൾ പോകണം നിങ്ങളൊക്കെ. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, എന്താ ഭംഗി അതുണ്ടായിരുന്നു. പക്ഷെ ഒരെണ്ണം പോലും നമ്മളെ കൊണ്ട് തൊടിക്കുകയോ, നമ്മൾ വിചാരിക്കും നമുക്ക് പറിച്ച് തിന്നാം നിറച്ചുണ്ടല്ലോ എന്ന്. പക്ഷെ അവർ തൊടാൻ പോലും സമ്മതിക്കില്ല കേട്ടോ. ഒരു ഒന്നും പറയാനില്ല. ഒക്കെ നല്ല പഴുത്ത് തൊടുത്ത് പറിക്കാറായതുണ്ട്. അവിടെ വെച്ചെടുത്ത ഫോട്ടോസൊന്നും ഇത് അവർ കാണാണ്ട് നമ്മൾ വേഗം എടുത്താണ്. അവർ തുറന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു വഴക്ക് പറയും.
പിന്നെ അവരായിട്ട് നമുക്ക് പറിച്ചുകൊണ്ട് തരും കേട്ടോ കഴിക്കാനായിട്ട്. പിള്ളേരുള്ള കാരണം അവർ കുറച്ച് കൊണ്ട് തന്നതായാലും കഴിക്കാനായിട്ട്. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തന്നതാണേ. നമ്മൾ പറിക്കാൻ അവർ സമ്മതിക്കില്ല. പിന്നെ അവിടെ വന്നൊരു 2-3 ചെറുക്കന്മാരായാലും പറിച്ചെന്നും പറഞ്ഞ് ആ പുള്ളിക്കാരത്തി അവിടെ നിന്ന് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കിട്ടിയ അവസരം മുതലാക്കി ഞങ്ങൾ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ മുന്തിരിങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ വീട്ടിലേക്ക്. അത് 1 കിലോയ്ക്ക് 60 രൂപ വെച്ചാണ് അവർ മേടിച്ചത്. 3 കിലോ മേടിച്ചു. പിന്നെ അവിടെ മുന്തിരി സ്ക്വാഷ് കിട്ടും, അത് 150 രൂപ കേട്ടോ. അത് നല്ല നല്ല സാധനമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ അവർ തന്നെ അവിടെ നിന്ന് ഫ്രഷ് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് എത്രയാണ് 40 രൂപ കണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ മുന്തിരിപ്പാടം കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പിന്നെ ഇടുക്കി ഡാം കാണാനായിരുന്നു. പക്ഷേ നമുക്ക് എന്തോ അത് സാധിച്ചില്ല. കാരണം നമ്മൾ ഓൺലൈൻ വഴി നേരത്തെ അത് ബുക്ക് ചെയ്യണമായിരുന്നു. പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അത് കാണാൻ സാധിച്ചില്ല. അപ്പോൾ പിന്നെ അവിടെ ഉള്ളവർ തന്നെ പറഞ്ഞു അവിടെ ഒരു ഹിൽ വ്യൂ വേറെ ഉണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാമിൻ്റെ ഭാഗങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നാണ് ഈ കാണുന്ന വീഡിയോ ഒക്കെ എടുത്തത്. എന്തായാലും കുഴപ്പമില്ല, കാണാൻ പറ്റി. അത് ഞങ്ങൾ തിരിച്ച് വന്ന വഴിയാണത്. കോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാത്രിയാണ്. കോടയും കൂടെ ആയപ്പോൾ നമുക്കൊക്കെ പേടിയായിരുന്നു കേട്ടോ. വഴി കൂടെ വണ്ടി ഓടിച്ചിങ്ങനെ ഭയങ്കര സ്ലോയിലാണ് വണ്ടി ഓടിച്ചിരുന്നത്. നമുക്ക് മുന്നിൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇച്ചിരിയെങ്കിലും കാണാൻ പറ്റും. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ ഇതിലും എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കോട കാണുന്നത്. അത് രാത്രി ആയതുകൊണ്ടായിരിക്കണം, പേടിയായിപ്പോയി ശരിക്കും. ഒരു ബസ്സൊക്കെ വന്നിട്ട് നമ്മൾ ആ ബസ് വന്ന് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളെ ഇടിക്കാൻ വല്ല രീതിയിലാട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ